ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത്തെയും പോലെ ഞാൻ ഇന്നും ഓൾമോസ്റ്റ് ഒരു 4ഓളം കമ്പനീസിൻ്റെ 35-40ഓളം വേക്കൻസീസ് ആയിട്ടാണ് ഞാൻ ഇന്നും വന്നിരിക്കുന്നത്. ഞാൻ ഡീറ്റെയിൽസ് എല്ലാം പറയാം. ഇന്നലെയും ഞാൻ ഓൾമോസ്റ്റ് ഒരു 4-5ഓളം കമ്പനീസിൻ്റെ 10-40ഓളം വേക്കൻസി ഇട്ടായിരുന്നു. അപ്പോൾ എന്നും ഞാൻ ഓൾമോസ്റ്റ് ഒരു 40ഓളം വേക്കൻസീസ് ഇടുന്നുണ്ട്. ഇന്നിപ്പം ഒരു 4 കമ്പനീസിൻ്റെ ഒരു 10-40ഓളം വേക്കൻസീസ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ ഡീറ്റെയിൽസ് പറയാം. NMC ഹോസ്പിറ്റലിലേക്ക് ഒരു 15ഓളം വേക്കൻസി വന്നിട്ടുണ്ട്. സീനിയർ പേഷ്യൻ്റ് അഡ്മിൻ എക്സിക്യൂട്ടീവായിട്ട്, മാനേജർ ഗ്രൂപ്പ് ഇൻറ്റേർണൽ ഓഡിറ്ററായിട്ട്, പിന്നെ രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. കുറേ എൻഡോസ്കോപ്പി അല്ലെങ്കിൽ OP അങ്ങനത്തെ കുറേ രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. ഞാൻ ഈ സ്ക്രീനിൽ വേക്കൻസി എല്ലാം അപ്ലോഡ് ചെയ്തേക്കാം. അതുപോലെ തന്നെ എൻ്റെ ഈ ഫുൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഫുൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. ഇൻ കേസ് അതിൻ്റെ ഷോർട്സ് കാണുന്നവരല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീല് കാണുന്നവരാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഈ ഫുൾ വീഡിയോ എടുത്ത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടാവും. രജിസ്റ്റേർഡ് നേഴ്സ്, എൻഡോസ്കോപ്പി, പിന്നെ ഇൻറ്റേർണൽ ഓഡിറ്റർ, പിന്നെ ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ്, ഗൈനക്കോളജിസ്റ്റ്, പിന്നെ അപ്രൂവൽ ഓഫീസറായിട്ട്, പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മെഡിക്കൽ കോഡിങ്ങിൽ വേക്കൻസീസ് ഉണ്ടോയെന്ന്. അപ്പോൾ മെഡിക്കൽ കോഡറായിട്ട്, മെഡിക്കൽ കോഡിങ്ങിൽ വേക്കൻസി വന്നിട്ടുണ്ട്. IP മെഡിക്കൽ കോഡർ, പിന്നെ OP മെഡിക്കൽ കോഡർ, പിന്നെ മെഡിക്കൽ ഓഡിറ്ററായിട്ട്, RCM അഡ്മിനായിട്ട്, പിന്നെ ബില്ലിംഗ് ഓഫീസറായിട്ട്. ഞാനിപ്പോൾ പറഞ്ഞതിൽ 2 കോഡേഴ്സിൻ്റെ വേക്കൻസി ഉണ്ട്. IP മെഡിക്കൽ കോഡറായിട്ടും അതുപോലെ തന്നെ OP മെഡിക്കൽ കോഡറായിട്ടും NMC ഹോസ്പിറ്റലിൽ വേക്കൻസി വന്നിട്ട് എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു. ഞാൻ എടുത്ത് പറയാൻ കാരണം അതാണ്. എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു മെഡിക്കൽ മറ്റേ കോഡിങ്ങിന് വേക്കൻസി ഉണ്ടോ, മെഡിക്കൽ കോഡറായിട്ട് വേക്കൻസി ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ NMC ഹോസ്പിറ്റലിൽ 15ഓളം വേക്കൻസി വന്നിട്ടുണ്ട്. അവർ മെയിൽ അയക്കാനായിട്ട് ഒരു 9ഓളം മെയിൽ IDs അവർ തന്നിട്ടുണ്ട് വ്യത്യസ്തമായ. career@nmc.ae, ഇന്ത്യൻ റിക്രൂട്ട്മെൻറ്റ് @nmc.ae, പിന്നെ reshma.jos@nmc.ae. ഇങ്ങനത്തെ ഓൾമോസ്റ്റ് 9ഓളം മെയിൽ IDs ആണ് തന്നിരിക്കുന്നത്. ഞാൻ മെയിൽ IDs എല്ലാം ഈ സ്ക്രീനിൽ കൊടുത്തേക്കാം. വേക്കൻസി അതുപോലെ തന്നെ കമ്പനിയുടെ ഡീറ്റെയിലും. പിന്നെ വരുന്നതാണ് മീന റിക്രൂട്ട്മെൻറ്റിലേക്ക് ഓൾമോസ്റ്റ് ഒരു 22,000 മുതൽ 28,000 വരെ സാലറി ഓഫർ ചെയ്യുന്ന IT സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. അതായത് 22,000 ദിർഹംസ് മുതൽ 28,000 ദിർഹംസ് വരെ വേക്കൻസി പറയുന്നുണ്ട്. 28,000 രൂപയുടെ സാലറിയുടെ വേക്കൻസി പറയുന്നുണ്ട്. ദിർഹംസ് ആണ്. IT സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റായിട്ട് ആണ് വേക്കൻസി പറയുന്നത്. rebecca@meenarecruitment.com എന്ന് പറയുന്ന മെയിൽ IDയിലേക്കാണ് നിങ്ങൾക്ക് മെയിൽ അയക്കേണ്ടത്. മെയിൽ IDയും അതുപോലെ തന്നെ വേക്കൻസിയും കമ്പനിയുടെ ഡീറ്റെയിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. പിന്നെ വരുന്നതാണ് അൽ റിമാൽ അലുമിനിയം ആൻഡ് ഗ്ലാസസിലേക്ക് HR അഡ്മിനായിട്ട് വേക്കൻസി വന്നിട്ടുണ്ട്. ഹംസ @azam@al-remal UAE.com എന്ന് പറയുന്ന മെയിൽ IDയിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാം. ഞാൻ ഈ മെയിൽ IDയും അതുപോലെ തന്നെ വേക്കൻസിയും കമ്പനിയുടെ ഡീറ്റെയിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഡൗട്ടുള്ളവർക്ക് കയറി നോക്കാവുന്നതാണ്. പിന്നെ വരുന്നത് നോർക്ക ലോജിസ്റ്റിക്സിലെ UAEയിൽ ഒരു കമ്പനിയാണ്. നോർക്ക ലോജിസ്റ്റിക്സിലേക്ക് ഒരു 10ഓളം വേക്കൻസി വന്നിട്ടുണ്ട്. റിസപ്ഷനിസ്റ്റ്, HSE ഓഫീസർ, ഫിനാൻസ് അസിസ്റ്റൻറ്റ്. ഈ ഫിനാൻസ് അസിസ്റ്റൻ്റൊക്കെ എന്ന് പറഞ്ഞാൽ മിനിമം 1 or 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ വെയർ ഹൗസ് ഓഫീസറായിട്ട് എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു വെയർ ഹൗസിൽ വേക്കൻസി ഉണ്ട് ദുബായിൽ നിന്ന്. അപ്പോൾ ഈ നോർക്ക ലോജിസ്റ്റിക്സിലേക്ക് വെയർ ഹൗസിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് HR അസിസ്റ്റൻ്റായിട്ട്, സ്റ്റോർ കീപ്പറായിട്ട്, ഓഫീസ് മാനേജറായിട്ട്, അസിസ്റ്റൻ്റ് അക്കൗണ്ടൻ്റായിട്ട്, പിന്നെ വെയർ ഹൗസ് ഓഫീസറായിട്ട്, ഫിനാൻസിൽ അസിസ്റ്റൻറ്റ് ഫിനാൻസ് ആയിട്ടുമുണ്ട്, ഫിനാൻസ് അസോസിയേറ്റ് ആയിട്ടുമുണ്ട്. അപ്പം ഇങ്ങനത്തെ ഓൾമോസ്റ്റ് ഒരു 10ഓളം വേക്കൻസിയാണ് ലോജിസ്റ്റിക്സ് ഈ കമ്പനി. ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന നോർക്ക എന്ന് പറയുന്ന ഒരു ലോജിസ്റ്റിക്സ് കമ്പനിയിലേക്ക് 10ഓളം വേക്കൻസി വന്നിരിക്കുന്നത്. അവരുടെ കരിയർ പേജിൽ കയറി നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. www.career.norca.com എന്ന് പറയുന്ന മെയിൽ അവരുടെ വെബ്സൈറ്റാണ്. അതിൽ കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ പറയാം. അതുപോലെ തന്നെ വേക്കൻസി നിങ്ങൾ ഏത് വേക്കൻസിയാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അതെൻ്റെ ഈ വീഡിയോയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ ഞാൻ അതനുസരിച്ച് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ സൈനിങ് ഓഫ് ഈഗിൾസ് ജോബ്സ്. സ്റ്റേ ട്യൂൺ ഫോർ ദി ന്യൂ അപ്ഡേറ്റ്സ്. വീണ്ടും പുതിയ വേക്കൻസി, പുതിയ കമ്പനീസിൻ്റെ വേക്കൻസി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇതെല്ലാം ഫ്രഷേഴ്സിനും അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കും ദുബായിൽ ജോബ് നോക്കുന്നവർക്കും, അതായത് ഇന്ത്യയിൽ നിന്ന് ജോബ് നോക്കുന്നവരായിരിക്കാം, ദുബായിൽ വിസിറ്റിംഗ് പോയി ജോബ് നോക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ജോബ് മാറി കയറാൻ നോക്കുന്നവർക്കായിരിക്കും. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസാണ് എൻ്റെ ഈ ചാനൽ വഴി ഇടുന്നത്. അപ്പോൾ ബൈ, സീ യു, സൈനിങ് ഓഫ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതോടെ വരെ ബൈ. ഈഗിൾസ് ജോബ്സ്.